റിയാദിൽ വിനോദസഞ്ചാരം കുതിക്കുന്നു. 2023-ലെത്തിയത് 2.7 കോടി ടൂറിസ്റ്റുകൾ. സൗദിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യും. ഡാഫ അഗ്രികൾച്ചർ കമ്പനിയും ഹോളണ്ട് കമ്പനിയും കരാർ ഒപ്പുവച്ചു. ഇന്ത്യക്ക് പുറത്തുള്ള നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങൾ ഒഴിവാക്കി. പ്രവാസി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ആശങ്കയിൽ. മധ്യസ്ഥ ചർച്ച ഫലം കണ്ടു. റഷ്യയും യുക്രൈനും 200 ബന്ദികളെ മോചിപ്പിക്കും. നമസ്കാരം. പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്ന ദിവസം നിർണായക പ്രഖ്യാപനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പൌരത്വ നിയമ ഭേദഗതി ഉടൻ നടപ്പാക്കുമെന്നാണ് അമിത്ഷാ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വിജ്ഞാപനമിറക്കുമെന്നും BJP ഒറ്റയ്ക്ക് 370 സീറ്റ് നേടുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹ മാധ്യമത്തിലൂടെ പറയുന്നു. ഈ വിഷയമാണ് പ്രവാസി ശബ്ദം ഇന്ന് പരിശോധിക്കുന്നത്. സ്വാഗതം. നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇടതു സഹയാത്രികൻ വാഹിദ് നാട്ടിക, കോൺഗ്രസ് പ്രതിനിധി മുനീർ കുമ്പള, കോൺഗ്രസ് നേതാവ് അജി കുര്യാക്കോസ് എന്നിവരാണ്. 3 പേർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ വാഹിദ് നാട്ടിക, ഒരു സമയത്ത് വലിയ ചർച്ചകളും പ്രതിഷേധങ്ങളും നിലപാടുകളും ഉയർത്തിയ വിഷയമാണ് CAA വിഷയം. കേരളത്തെ സംബന്ധിച്ച് ഒറ്റക്കെട്ടായി നിന്ന് എതിർത്ത കാര്യമാണ്. ഇപ്പോൾ അമിത്ഷാ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി വീണ്ടും ഇത് നടപ്പാക്കും എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നു. എങ്ങനെ കാണുന്നു താങ്കൾ ഈ സാഹചര്യത്തെ? 2024 തെരഞ്ഞെടുപ്പ് മോഡി സർക്കാർ ഏത് തരത്തിലാണ് കൊണ്ടുപോകുക എന്നുള്ളത് നിരന്തരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതിലാദ്യം അവർ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാക്കാൻ ഉദ്ദേശിച്ച ഒരു അജണ്ടയായിരുന്നു പൗരത്വ ഭേദഗതി ബില്ല് എന്നുള്ളത്. ഒരു സമയത്ത് അത് തീവ്രമായി നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തുകയും ഇന്ത്യയുടെ ചെറുത്തുനിൽപ്പിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് സമയത്തേക്ക് പുറകോട്ട് പോവുകയും ചെയ്തു. അതുപോലെ തന്നെ ബാബരി മസ്ജിദ് തകർത്തെടുത്ത് അമ്പലം പണിയുക എന്നുള്ള അജണ്ട, അതും ഒരു പ്രധാന അജണ്ടയായിട്ട് രാജ്യത്ത് ഇത്തരത്തിലുള്ള മതേതരമായി നിൽക്കുന്ന മനുഷ്യരെ എത്ര കണ്ട് വിഭജിക്കാൻ കഴിയുമോ ആ വിഭജിക്കാൻ കഴിയാവുന്ന അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് RSSന്റെ അജണ്ടയായിട്ടുള്ളത്. ആ അർത്ഥത്തിലാണ് അമിത്ഷായുടെ ഈ അവസാന സമയത്ത്, അതായത് പാർലമെന്റ് അവസാനിച്ച് ഒരു തെരഞ്ഞെടുപ്പിന് ഏത് ദിവസവും വേണമെങ്കിലും തെരഞ്ഞെടുപ്പിന് നോട്ടിഫിക്കേഷൻ ഇറക്കാവുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു പ്രസ്താവനയെ കാണേണ്ടത്. ഈ ഒരു നീണ്ട കാലം ഭരിച്ച ഒരു സർക്കാർ, ഒരു 10 വർഷത്തോളം ഭരിച്ചു കഴിഞ്ഞ ഒരു സർക്കാർ ഒരു ജനകീയ വിഷയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ ഇത്ര കാര്യങ്ങൾ ഇന്ത്യയിൽ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ശേഷിയില്ല എന്ന് മാത്രമല്ല, അവരെ സംബന്ധിച്ച് ലോകത്തിന് മുമ്പിൽ ഇന്ത്യയുടെ ഇൻഡെക്സ് എല്ലാ നിലയിലും പുറകോട്ട് പോകുന്നതാണ്. പ്രത്യേകിച്ച് വിശപ്പിന്റെ ഹംഗ്രിയിലെ കാര്യത്തിലെല്ലാം തന്നെ വലിയ രീതിയിൽ പുറകോട്ട് ലോകം ഇന്ത്യയുടെ ഇൻഡെക്സ് റെക്കോർഡ് വളരെ പുറകോട്ട് പോവുകയും അങ്ങനെ ലോകത്തിന് മുമ്പിൽ ഏറെക്കുറെ അവഹേളിക്കപ്പെട്ട രൂപത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യത്തെ മാറ്റി ഒരു എല്ലാ നിലയിലും ഏതെല്ലാം മേഖലയിലുണ്ടോ, കാർഷിക മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, എല്ലാ മേഖലകളിലും ഇന്ത്യയെ പുറകോട്ട് കൊണ്ടുപോയ ഒരു 10 വർഷമാണ് പിന്നിട്ടത്. അതുകൊണ്ട് തന്നെ ഒരു പറയാൻ ഒരു നേട്ടവും ഇല്ലാതിരിക്കുന്ന ഒരാൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല ചെപ്പടി വിദ്യയാണ്. കാരണം മനുഷ്യന് ഈ മതം എന്ന് പറയുന്നത് സംബന്ധിച്ച് എണ്ണി പറയാനുള്ള കാര്യങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ, ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർക്ക് നൽകാൻ സാധിക്കുന്നുണ്ട് എന്നതുകൂടിയാണ് അതിന്റെ പ്രത്യേകത. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അജി കുര്യാക്കോസ്, ഇവിടെ ET Now ഗ്ലോബൽ ബിസിനസ് സമ്മിറ്റിലാണ് അമിത്ഷാ ഇക്കാര്യം പറഞ്ഞത്. പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം അത് പറയുകയും ചെയ്തു. അയോധ്യയ്ക്ക് ശേഷം അടുത്ത ഒരു നീക്കം, വളരെ നിർണായകമായ ഒരു നീക്കമായിട്ട് ഈ വിഷയത്തെ കാണേണ്ടതില്ലേ? ഇത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഏത് വിധേനയിലും ഈ 2021 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അത് സംഭവം ഹുക്ക് ആൻഡ് ക്രൂക്ക്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇപ്പം അയോധ്യ കൊണ്ടുവന്നു, ഗ്യാൻവാപ്പി കൊണ്ടുവന്നു, മധുര കൊണ്ടുവന്നു, കാശി കൊണ്ടുവന്നു. ഇവരെല്ലാം ഇത് ചെയ്യുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റൊരു വിഷയങ്ങളൊന്നും ഇവർക്ക് വിഷയമല്ല. ഇപ്പം ഈ CAB
സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് പറയുന്നത് 11 വർഷം ഇന്ത്യയിൽ ജീവിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കാം എന്നുള്ളതാണ് ഒരു പോയിന്റ്, നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. പക്ഷേ 6 മറ്റ് മതവിഭാഗങ്ങൾ, മുസ്ലിം ഒഴിച്ചുള്ള 6 മതവിഭാഗങ്ങൾക്ക് 6 വർഷം ജീവിച്ചാൽ മതി. അവർ 6 വർഷം അവർ വരുന്നത് പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ആവുകയാണെങ്കിൽ പോലും അവർക്ക് 6 വർഷം മതി ഇന്ത്യയിൽ താമസിക്കുന്നത്. നമുക്ക് ഒരിക്കലും ഒരു രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വേണ്ടി സിറ്റിസൺഷിപ്പിനെ എതിർക്കുന്നത് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം എല്ലാ രാജ്യത്തിനും അതിൻ്റെതായ സിറ്റിസൺഷിപ്പ്, അതുപോലെ തന്നെ ആ രാജ്യത്തിന്റെ പൗരത്വത്തിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. ഇപ്പൊ നമ്മൾ ഏത് രാജ്യത്ത് പോയാലും, ഇപ്പം യൂറോപ്പിൽ പോയാലും, അതുപോലെ തന്നെ മറ്റേ GCC കൺട്രീസിൽ വന്നാലും ഇവിടെയൊക്കെ പൗരത്വത്തിന് കുറച്ച് നിയമങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഡിസ്ക്രിമിനേഷൻ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പൗരത്വ നിയമ ഭേദഗതിയെ നമ്മൾ, അതായത് ഈ പറയുന്ന ഈ CAA ഇത്തരത്തിൽ പൗരത്വം കളയാനുള്ള നിയമത്തിൽ വ്യവസ്ഥയില്ല എന്നാണോ പറയുന്നത്? നിയമത്തിന് വ്യവസ്ഥയില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഈ പൗരത്വ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുള്ള വിവേചനമാണ് നമ്മൾ പറയുന്നത്, ഡിസ്ക്രിമിനേഷൻ. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ആ ഡിസ്ക്രിമിനേഷനിൽ തന്നെ നമുക്ക് വളരെ വ്യക്തമാണ് എന്താണ് ഇന്റൻഷൻ എന്നുള്ളത്. ഒരു നിയമം കൊണ്ടുവരുന്നതിനുള്ള ഇന്റൻഷൻ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതൊരു പ്രത്യേക മതവിഭാഗത്തിനെ മാത്രം മുന്നമിട്ടുകൊണ്ട് ആ മതവിഭാഗത്തെ മാത്രം ഇന്ത്യയിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇത് കൊണ്ടുവരുന്നത്. നമുക്കറിയാം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നുള്ള ഈ നേരത്തെ പറഞ്ഞ മുസ്ലിം വിഭാഗമല്ലാത്ത ബാക്കിയുള്ള മതങ്ങളെല്ലാം അംഗീകരിക്കാൻ തയ്യാറാണ് 6 വർഷം ഉണ്ടെങ്കിൽ. അവരെ നമ്മൾ എന്ത് പറയുന്നത്, റെഫ്യൂജീസ് ആയിട്ട് കണക്കാക്കും. അവർ റെഫ്യൂജീസ് ആയിട്ട് ഇവിടെ വന്നിരുന്നു, അവരിവിടെ ജീവിക്കുന്നു. മറ്റു രാജ്യത്ത് അവർക്ക് പീഡനങ്ങൾ ഏൽക്കുമ്പോൾ അവരിവിടെ വരുന്നു, ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ജീവിക്കുന്നു. അവർക്ക് 6 വർഷത്തെ ഇവിടുത്തെ ഇന്ത്യയിൽ താമസിച്ചതിന്റെ രേഖകൾ കാണിച്ചാൽ മതി. നേരെ മറിച്ച് മുസ്ലിം മതവിഭാഗത്തെ, ഞാൻ ആ പേരെടുത്ത് പറയുന്നതിന്റെ കാരണം അതാണ് ഇവരുടെ ലക്ഷ്യം. BJPയുടെ ലക്ഷ്യം അത് മാത്രമാണ്. മുസ്ലിം മതവിഭാഗം ഇവിടേക്ക് സമീപകാല സംഭവങ്ങളിലെല്ലാം ആശങ്കയും ഉണ്ട് ആ വിഭാഗത്തിന്. താങ്കളിലേക്ക് ശ്രീ ഒറ്റ കാര്യം പറഞ്ഞു. മാഡം ഒരു കാര്യം പറഞ്ഞു. നമുക്ക് ഇതുപോലെ തന്നെ റെഫ്യൂജി ആയിട്ട് വന്നിട്ടുള്ളതാണ് രോഹിംഗ്യൻ അഭയാർത്ഥികൾ, അതുപോലെ തന്നെ അഹമ്മദിയൻ അഭയാർത്ഥികൾ. 2 രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അവരുടെ കാര്യത്തിൽ കൂടി ഇത്തരം ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇവിടെ വ്യക്തമായിട്ടുള്ള ഒരു മതധ്രുവീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ CAB ബില്ല് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ആരോപിക്കുന്നത്. ക്ലിയർ. ശ്രീ മുനീർ കുമ്പള, ഇവിടെ ഭരണഘടനാ വിരുദ്ധമായ ഒന്ന്, അതിന് കേരളത്തിൽ സ്ഥാനമില്ല എന്ന് വിലയിരുത്തിയ, ഇല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനമെടുത്ത സ്റ്റേറ്റ് ആണ് നമ്മുടേത്. അപ്പം പ്രവാസികളായിരിക്കുമ്പോൾ താങ്കൾക്ക് അറിയാമായിരിക്കും 2019 മുതൽ എന്തൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ സംഭവിച്ചത്. ആ കാലഘട്ടം താങ്കളും ഓർക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പോഴും അതേപോലെ ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ കേരളത്തിന് എതിർപ്പറിയിക്കാൻ സാധിക്കുമോ? എങ്ങോട്ടാണ് BJPയുടെ നീക്കം? താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും എനിക്ക് മുമ്പ് ഇവിടെ 2 സഹോദരങ്ങൾ പറഞ്ഞതിനോട് തീർത്തും യോജിക്കുകയാണ്. കാരണം അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ അഭിപ്രായം തന്നെയാണ് എനിക്കിവിടെ ബോധിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ധന്യ ചോദിച്ച ആ ചോദ്യം, ശരിക്കും ഈ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബിൽ ഇതിൽ തന്നെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമുക്കിത് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ഈ ഒരു ബില്ലിന്റെ കാര്യം. നമുക്ക് ഈ ബില്ല് പരിശോധിക്കുമ്പോൾ അതിന്റെ ക്ലോസ് എടുത്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് ചില എന്താ പറയാ, ഐക്യരാഷ്ട്രസഭ പോലും വിവേചനപരം എന്ന് വിശേഷിപ്പിച്ച ഈ ഒരു ബില്ല്, ഇപ്പോൾ സഹോദരൻ അജി കുര്യാക്കോസ് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ രോഹിംഗ്യൻ അഭയാർത്ഥികൾ, അല്ലെങ്കിൽ തന്നെ മ്യാൻമാറിൽ നിന്നവര്, അല്ലെങ്കിൽ വേറൊരു അഹമ്മദിയ പോലുള്ള അഭയാർത്ഥികളുടെ കാര്യം പറഞ്ഞു. അതിനേക്കാളും വലുതായിട്ട് വേറെ ഇതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. കാലാകാലങ്ങളായിട്ട് ശ്രീലങ്കയിലുള്ള തമിഴ് വംശജർ എത്രയോ പേർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളുണ്ട്. എന്തുകൊണ്ട് അവരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല? അതുകൊണ്ട് തന്നെ ഇതൊരു എന്താ പറയാ, ഇത് ശരിക്കും ഒരു വിവേചനപരമായിട്ട് ഇതിനെ, അതായത് മുസ്ലിം എന്നൊരു ഇത് വെച്ചുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ ഇപ്പൊ വാഹിദ് പറഞ്ഞ പോലെ, ആദ്യം വാഹിദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ പല കാര്യങ്ങളും ഇവിടെ എടുത്തിട്ടു. അതായത് രാമക്ഷേത്ര വിഷയം, ഈ തെരഞ്ഞെടുപ്പ് അടുക്കാറാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം അത് പുൽവാമ ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം ഇതാണ് വിഷയം. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും, അതായത് ഇപ്പോ ജനങ്ങൾ നേരിടുന്ന നമ്മുടെ ഇപ്പോ എത്രയോ സൂചികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയുടെ മാധ്യമ ഒരു സൂചിക എടുത്തു കഴിഞ്ഞാലും, അതുപോലെ തന്നെ പല സൂചികൾ, സന്തോഷത്തിന്റെ സൂചിക എടുത്താൽ എല്ലാത്തിലും ഇന്ത്യ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ
തന്നെ പല ആളുകളും ഇന്ത്യ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു നമ്മുടെ കണക്ക് എടുത്തു കഴിഞ്ഞാൽ 2017 ശേഷമുള്ള കണക്കെടുത്ത് എത്രയോ പേര് പ്രിഫർ ചെയ്യുന്നത് മറ്റു രാജ്യങ്ങളിൽ പോയി താമസിക്കാൻ. എന്നെ ഒരു ഇതായിട്ട് പറയല്ല, ഇപ്പോഴും ഈ UAE വരെ ഒരു ട്രെൻഡിങ് എന്ന് പറയുന്നത് ഇവിടെയുള്ള പ്രോപ്പർട്ടി വിൽക്കുന്ന ഒരു മാർക്കറ്റ് ബൂമായിക്കൊണ്ടിരിക്കുക. എസ്പെഷ്യലി ഇന്ത്യൻ ആ ഒരു ഡെസ്പൊറയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. പലതും, അതായത് 1% അടച്ചുകൊണ്ട് നിങ്ങൾക്ക് പലരും ഷാർജയിലും അജ്മാനിലും ദുബൈയിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രോപ്പർട്ടി വാങ്ങിയിട്ട് സെറ്റിൽ ആവാൻ നിൽക്കുക. കാരണം അവർക്കറിയില്ല ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന രീതിയിൽ. അതിനൊക്കെ ഒരു ഇത് നമ്മുടെ CA-BA ബില്ല് എടുത്തു നോക്കിയാൽ കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് തന്നെയാണ്. പക്ഷെ അതിൽ ഒളിച്ചിരിക്കുന്ന വേറൊരു കാര്യമുണ്ട്. NRC എന്നൊരു വലിയൊരു ചതി അതിന്റെ പിറകിൽ വരുന്നുണ്ട്. ആ NRC എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലോട്ട് കടക്കുന്ന NRC-യിലോട്ടുണ്ട് ാണ്. സാധാരണ ജനങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലായെന്ന് വരില്ല. പക്ഷെ അതിനെപ്പറ്റി പഠിക്കുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത്. NRC ബില്ല് വന്നു കഴിഞ്ഞാൽ ഇന്ന് ഈ അസമിൽ കാണുന്ന അതിനെക്കുറിച്ച് പറയുന്നേ ഇല്ലേ? ഇവർ പറയുന്നത് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ വീണ്ടും അനുഭവിക്കുന്നവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുമെന്നുള്ള, അതായത് ആളുകളുടെ കണ്ണിൽ അത്രയേറെ പൊടി വാരിയിടുകയും എന്താണ് ഇത് എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണ മാറ്റി മറ്റെന്തോ ആണ് എന്ന് തിരുത്തി പഠിപ്പിക്കാനുള്ള ശ്രമം കൂടിയാണ് നടക്കുന്നത്. അതെ, ശരിക്കും തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ NRC ഈ ഡിറ്റൻഷൻ സെന്ററുകൾ ആസാമിൽ നടപ്പിലാക്കി കഴിഞ്ഞു. NRC ഇനി ഇതുപോലുള്ള ഡിറ്റൻഷൻ സെന്ററുകൾ നമുക്ക് എന്താ പറയാ കേരളത്തിലടക്കമുള്ള മറ്റു സംസ്ഥാനങ്ങൾ കാരണം 1971 മുമ്പ് ജനിച്ച നമ്മളെ മുതുമുത്തച്ഛന്മാരുടെ അവരുടെ ഇന്ത്യക്കാരൻ ഇവിടെ ജനിച്ച എന്നുള്ള ഇത് നമ്മുടെ എന്താ രേഖകൾ എടുത്തുകൊണ്ട് നടക്കേണ്ട അവസ്ഥയായിരിക്കും ഇവിടെ ഉള്ള ഓരോ ജനങ്ങൾക്കും വരിക. ഇതായിരിക്കും ഇത് വരുന്നത്. ഞാൻ പറയുന്നത് ഇതൊരു മൊത്തത്തിൽ, കാരണം ഇത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയം, ഒരു മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഇപ്പോൾ അങ്ങനെ ആണെങ്കിലും പിന്നീട് ഒരു ഘട്ടം വരുമ്പോൾ അത് ഈ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും, അതായത് നോട്ട് നിരോധനം പോലെ ഇതുപോലുള്ള ഒരു ബ്ലണ്ടർ ആയിട്ട് അത് മാറാനുള്ള ചാൻസ് ആണ് വരുന്നത്. പക്ഷെ ഇതിലൊരു ലാഭം കൊയ്യുന്ന ഒരു വസ്തുത എന്ന് വെച്ചാൽ ഇതുപോലെ ഇതൊക്കെ സംഭവിക്കുമ്പോൾ അത് വിട്ടുപോകുന്ന കുറെ ആൾക്കാരുടെ അവരുടെ സ്വത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ കൈയടക്കിക്കൊണ്ട് കുറെ എന്താ പറയുക മുതലാളിമാരും അവരുടെ രാഷ്ട്രീയ സുഹൃത്തുക്കളൊക്കെ നല്ലതായിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരാം. ശ്രീ വാഹിദ് നാട്ടിക, ഇവിടെ പൗരത്വ നിയമം നടപ്പിലാക്കുമെന്ന് BJP ആവർത്തിച്ച് പറയുമ്പോൾ അതിനെ ചെറുത്തിരുന്ന ഒരു സമയം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കഴിഞ്ഞ അയോധ്യ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും ഇവിടെ പ്രതിപക്ഷമെടുത്ത നിലപാട്, കോൺഗ്രസ് എടുത്ത അല്ലെങ്കിൽ ലീഗ് എടുത്തിരിക്കുന്ന നിലപാട് ആശങ്കയുണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇന്ത്യയിലെ പൊതുവെ മതേതര കക്ഷികളെല്ലാം ഒന്നിച്ചു നിൽക്കേണ്ട, കാരണം നമ്മൾ ഇപ്പോഴും ഈ രാജ്യം നേരിടുന്ന യഥാർത്ഥ വെല്ലുവിളിയെ കുറിച്ചുള്ള ബോധ്യത്തിലേക്ക് ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത്തരം ഒരു അവസ്ഥയിൽ ഒരു ബദലുണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു ഇന്ത്യ എന്നുള്ള മുന്നണി. പക്ഷെ ദൗർഭാഗ്യവശാൽ അതിൽ തന്നെ ഏറ്റവും പ്രധാന നേതൃത്വം കൊടുത്തിരുന്ന നിതീഷ് കുമാറിനെ പോലൊരാൾ വലിയ വഞ്ചന നടത്തിക്കൊണ്ട് ആ മുന്നണിയെ തകർക്കാനുള്ള, അതും ഇത്തരം ആളുകളുടെ ഈ കോർപ്പറേറ്റ് അജണ്ടകൾക്കനുസരിച്ച് തന്നെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇതിപ്പോ നമ്മൾ കാണേണ്ടത് ഇപ്പൊ ഈ പൗരത്വ ഭേദഗതി ബില്ല് അല്ലെങ്കിൽ ഇത് പറയുമ്പോ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോ ലോകം മുഴുവൻ ഇത്തരത്തിൽ മൈഗ്രന്റ് ലോസുകളുണ്ട് എല്ലാ രാജ്യങ്ങളും. പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ഒരു ഡെമോക്രാറ്റിക് ജനാധിപത്യപരമായ ഒരു രാജ്യത്ത് മനുഷ്യൻ എന്നുള്ള നിലക്ക് അടിസ്ഥാനപരമായി ഏത് മനുഷ്യർ വന്നാലും അവന് പൗരത്വം നൽകുന്നതും അതൊക്കെ തന്നെ സ്വാഗതാർഹമായ കാര്യമാണ്. പക്ഷെ അവിടെ ചെയ്യുന്നത് എന്ത് എന്നുള്ളത് വലിയ അതിന്റെ ഡീറ്റെയിൽ സബ്ജക്റ്റിലേക്ക് പോകുമ്പോഴാണ്, അതായത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വരെ നാളെ എന്റെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകും എന്നുള്ള രൂപത്തിലേക്ക് വലിയ രീതിയിൽ ഈ ആക്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഈ ആക്ട് ഉണ്ടാക്കുക എന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം. ഇങ്ങനെ ഒരു ആക്ട് വരുന്നു എന്നുള്ള പ്രചരണം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുക. മനുഷ്യർ തമ്മിലുള്ള സ്നേഹബന്ധം, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ വന്നത്. മതം എന്ന് പറയുന്നത് മനുഷ്യൻ തലച്ചോറിനേക്കാൾ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഈ വിലക്കയറ്റത്തിനെതിരായി സമരം നടത്തുന്ന ആ ശൈലിയിലോ ഇല്ലെങ്കിൽ ആ രീതിയിലോ ഇതിനെ കാണരുത്. പ്രതിപക്ഷം കുറച്ചുകൂടി ഈ കാര്യത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്കറിയാം 8-ാം തീയതി നടന്ന കേന്ദ്രത്തിനെതിരായുള്ള കേരളത്തിന്റെ സമരത്തിൽ പ്രതിപക്ഷം പങ്കെടുത്തില്ല എന്നതുകൂടി നോക്കുമ്പോൾ ഇതിനോട് ചേർത്ത് വായിക്കുമ്പോഴാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് എന്ന് തോന്നുന്നു. പൗരത്വ ബില്ലിനെതിരെ സമരം എന്നത് ഈ ബില്ല് പിൻവലിക്കുന്നത് വരെ തുടരേണ്ട കാര്യമാണ് എന്നതിനെ കുറിച്ച് പൂർണ്ണമായ ബോധ്യം പ്രതിപക്ഷത്തിന് ഉണ്ടോ എന്നതിലാണ് സംശയം. ഉണ്ടാകേണ്ടതാണ്, ഉണ്ടായേ മതിയാകും. കാരണം
നമ്മൾ കരുതുന്നത് ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ ഒരു ചെറിയ ഇട്ടാവട്ടെ രാഷ്ട്രീയം മാത്രം വെച്ചുകൊണ്ട് കേരളത്തിൽ എത്ര എംപിമാരെ കിട്ടും, കേരളത്തിൽ ഭരണം മാറ്റാൻ കഴിയുമോ, ഇത്തരം അജണ്ടയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ അജണ്ട ഉണ്ടാക്കാനും ഇതൊക്കെ നിലനിർത്താനുള്ള ഒരു സംവിധാനം വേണ്ടേ? ഇത് തന്നെ ഇല്ലാതായി കഴിഞ്ഞാൽ എന്താകും? ആ ഒരു സാധ്യതയെ കുറിച്ച് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ ഗൗരവപരമായിട്ട് ചിന്തിക്കേണ്ട സമയമാണ്. നമ്മൾ എങ്ങനെയാണ് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച്, കാരണം ഇപ്പോ നിൽക്കുന്നത് രാജ്യം നമ്മൾ കരുതുന്നതിനേക്കാൾ, കാരണം ഇവർ കേവലമായിട്ടൊരു ഭരണം കൈകാര്യം ചെയ്യുക മാത്രമല്ല, മനുഷ്യരുടെ മനസ്സുകൾ തമ്മിൽ ഭിന്നിപ്പിക്കുകയാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ അപകടം. ശരി, ഞാൻ വരാം. ശ്രീ അജയ് കുര്യാക്കോസ്, അങ്ങനെ എല്ലാ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച്, അതായത് സങ്കുചിതമായ എല്ലാ രാഷ്ട്രീയ അഭിപ്രായങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇതിൽ ഒറ്റക്കെട്ടായി പോകാൻ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ പ്രത്യേകിച്ച് രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒപ്പം നിൽക്കാൻ BJP ഇതുമായി വളരെ ശക്തമായി ഇലക്ഷന് മുമ്പ് മുമ്പോട്ട് വരികയാണെങ്കിൽ പ്രതിരോധിക്കാൻ തയ്യാറാണോ ഇവിടെ പ്രതിപക്ഷം? തീർച്ചയായിട്ടും. ഇപ്പം വാഹിദ് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, ഈ ഒരു വിഷയത്തെ പ്രതിരോധിക്കേണ്ടത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇടതുപക്ഷത്തിന് അതിന് റോളില്ല എന്നുള്ളത് അദ്ദേഹം സമ്മതിക്കുകയാണ്. കാരണം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട കോൺഗ്രസിനെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് ഇത് മുന്നോട്ടെടുക്കേണ്ടതും ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നമുക്ക് കുറച്ച് കാര്യം മനസ്സിലാക്കാം. കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിനെ സ്പെസിഫിക് ആയിട്ട് കേരളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ബില്ല്, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ബില്ല് വന്ന സമയത്ത് ഇവിടെ കേരളത്തിൽ കുറെ പ്രക്ഷോഭങ്ങൾ നടന്നു. ആ പ്രക്ഷോഭത്തിൽ കുറെ വീട്ടമ്മമാരടക്കം കുറെ ആൾക്കാർ പങ്കെടുത്തു. അവരുടെ പേരിൽ ഇന്നും കേസ് നിലനിൽക്കുകയാണ്. അപ്പൊ ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചും ഇന്ത്യയിലെ കോൺഗ്രസിനെ സംബന്ധിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇന്ത്യയിലെ ഈ ബില്ലിനെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ, ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ ഭരിക്കുന്ന സംസ്ഥാനം എന്ന രീതിയിൽ ഞങ്ങൾ ഈ ബില്ലിനെ എതിർത്തപ്പോൾ ഈ ബില്ലിനെ എതിർത്ത ആൾക്കാരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ കേസുകൾ ഇന്നും നിലനിൽക്കുകയാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ ചില അജണ്ട ഉണ്ടോ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഞാൻ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഇന്ത്യയെ വിഭജിച്ച് ഭരിക്കുക എന്നുള്ളത് കാലാകാലങ്ങളിലായിട്ടുള്ള ഇന്ത്യ ഭരിച്ച പല സാമ്രാജ്യങ്ങളുടെയും ഒരു ആഗ്രഹമായിരുന്നു. അത് അവർ വിജയിക്കുകയും ചെയ്തു. ഇവിടെ തന്നെയാണ് ഈ ഒരു സാമ്രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയെ പോലെ അല്ലെങ്കിൽ അമിത്ഷാ പോലെയുള്ള ആളുകളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇന്ത്യയെ വിഭജിച്ച് ഭരിക്കുക. ഇന്ത്യയിലെ ജനങ്ങളുടെ ജീനിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു തരത്തിലുള്ള വിഭജനത്തെ കുറിച്ചുള്ള ചിന്താഗതി അത് ഇന്നല്ലോ. ഇപ്പൊ പണ്ട് കാലത്ത് വൈഷ്ണവരും ശൈവിസ്റ്റും ജൈനമതത്തിൽ തന്നെ രണ്ടുപേരുണ്ടായിരുന്നു, രണ്ട് വിഭാഗങ്ങളുണ്ടായിരുന്നു. നമുക്കിതെല്ലാം അറിയാം. അപ്പൊ എല്ലാ കാലഘട്ടങ്ങളിലും ഇന്ത്യ രണ്ടായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിന്റെ ഒരു വകഭേദം തന്നെയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ജനങ്ങൾ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് മാറി ഒന്നിച്ചു പോകുന്നതിന് വേണ്ടി ശ്രമിക്കാൻ കോൺഗ്രസ് അതിന് വളരെ വലിയൊരു ശ്രമം നടത്തിയിട്ടുണ്ട്, ഒന്നിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ മൃദുഹിന്ദുത്വം എന്ന് പറഞ്ഞ് കളിയാക്കി, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ സോപ്പിടുക എന്ന് പറഞ്ഞ് കളിയാക്കി. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കൺട്രി എന്നാണ് ഇന്ത്യയുടെ പേര്. ആ ഇന്ത്യയെ അതുപോലെ തന്നെ നിലനിർത്താനുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ ഭരണം കൈവിട്ടു പോയപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഈ നരാധമന്മാർ ചെയ്യുന്നത് എന്താണ്? വീണ്ടും ഇന്ത്യയെ വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് മുന്നിൽ വെക്കാൻ യാതൊന്നുമില്ല, വികസനമില്ല, അതുപോലെ തന്നെ കർഷകർക്ക് വേണ്ടിയുള്ള നയപരമായ തീരുമാനങ്ങളില്ല, ജനങ്ങളുടെ തൊഴിലില്ലായ്മ നീക്കുന്നുള്ള തീരുമാനങ്ങളില്ല. പക്ഷെ അവരുടെ മുന്നിൽ വെക്കാനുള്ള, നേരത്തെ മുനീർ സാഹിബ് പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം പുൽവാമ ആയിരുന്നെങ്കിൽ ഈ വർഷം അയോധ്യ, ഗ്യാൻവാപ്പി, കാശി, മധുര ഇതായിരുന്നു അവരുടെ മുമ്പിൽ. അതിനൊപ്പം താങ്കളിലേക്ക് വരാം. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ നോട്ട് നിരോധനത്തിൽ നമ്മൾ മൗനം പാലിച്ചു, കശ്മീർ വിഷയത്തിൽ നമ്മൾ നിശബ്ദരായി എന്നൊക്കെ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. താങ്കൾ നേരത്തെ അത് പറഞ്ഞു പോയതുകൊണ്ടാണ് അതിൽ തന്നെ സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള മൗനം തുടരേണ്ടി വന്നാൽ, അത് ഏത് സംസ്ഥാനമായിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സ്റ്റേറ്റുകൾ ഒന്നിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് കൂടി ഇവിടെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതിനെതിരെ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക പ്രതിപക്ഷം? ഹലോ, ശ്രീ മുനീർ കേൾക്കാമോ?
കേൾക്കാം. പറഞ്ഞോളൂ. അതെ തന്നെയാ, ഇത് വളരെ എന്താ പറയാ, ഇത് നമ്മുടെ ഒരു ഇന്ത്യയുടെ തന്നെ ഒരു നിലനിൽപ്പ്. അതായത് ഇത്രയും കാലം ഇന്ത്യ എങ്ങനെയാണോ ഈ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നമുക്കൊരു എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ നമുക്കൊരു റെസ്പെക്ട് ഉള്ളത്, നമ്മളൊരു ഡെമോക്രസിയിൽ നിന്നുള്ള, അതായത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യം, അവിടുന്ന് വരുന്ന ഒരു ആളുകൾ എന്ന രീതിയിൽ നമ്മളെ കാണുന്നത്, അവിടെ ഹിന്ദു ആട്ടെ, മുസ്ലിം ആട്ടെ, ക്രിസ്ത്യാനാട്ടെ, ഏത് മതക്കാരട്ടെ, അങ്ങനെയുള്ള ഒരു രീതിയിലാണ് നമുക്ക് എപ്പോഴും പുറത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു റെസ്പെക്ട് കിട്ടുന്നത്. ആ ഒരു രീതിയിൽ നിന്നും മാറിക്കൊണ്ട് ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ എന്താ പറയുന്നത്, വേറൊരു രീതിയിലുള്ള ഒരു ഇന്ത്യക്കാരനായിട്ട് നമ്മൾ അറിയപ്പെടാൻ പോകുന്നു എന്ന ഒരു ദുഃഖ സത്യം തന്നെയാണ് നമ്മുടെ മുമ്പിൽ. ഇതിനി നടപ്പാക്കിയാൽ തന്നെ എങ്ങനെയായിരിക്കും ഈ പറയുന്ന ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ അറിയപ്പെടുക എന്നുള്ളത് ഒന്ന്. രണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും ഇപ്പൊ ഇവരീ പറയുന്ന 370 ഇല്ലെങ്കിൽ 400 സീറ്റ് എന്നുള്ള സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കാൻ BJPക്ക് എളുപ്പമാവുമോ ഇത് നടപ്പാക്കി കഴിഞ്ഞാൽ? തീർച്ചയായിട്ടും. അതായത് ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ക്ഷേത്രത്തിന്റെ ഒരു വിഷയം ഈ ഒരു സമയത്ത് പണി പോലും പൂർത്തിയാവാത്ത ഒരു ക്ഷേത്രത്തെ എടുത്തുകൊണ്ട് അതിന്റെ എന്താ പറയുക, ശങ്കരാചാര്യർ വരെ അതിനെ എതിർത്തു പറഞ്ഞിട്ടും ആൾക്കാർ, അവരുടെ തന്നെ ആൾക്കാർ തന്നെ അതിനെ ഇതാക്കി പറഞ്ഞിട്ടും അതിന് തന്നെ നിന്നുകൊണ്ട് ആൾക്കാരെ അതിലോട്ട് തന്നെ ആകർഷിച്ചുകൊണ്ട് ആ ഒരു വിഷയം തന്നെ, പിന്നെ നമുക്കറിയാലോ ഇന്ത്യയിലെ ഇപ്പൊ നടക്കുന്ന ഗോദി മീഡിയ, അവർ എടുത്ത് കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു വിഷയം അത് തന്നെയാണ്. അപ്പോൾ അവരുടെ അജണ്ട സെറ്റാണ്. പിന്നെ ഇന്നലെ ഒരു ഇന്ത്യ ടുഡേ ഒരു സർവേ കണ്ടു, അതിൽ നിന്ന് തന്നെ നമുക്ക് പറഞ്ഞു അവർ വിചാരിച്ച അത്രയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. ഒരു UP-യിലോ അല്ലെങ്കിൽ ഒരു അതിന്റെ ഒരു ഇട്ടാവട്ടത്തോട് ചേർന്ന് നടക്കുന്നതല്ലാതെ ഏറ്റവും അവർ വിചാരിച്ച സ്റ്റൈലിലോട്ട് വരാതിരിക്കുമ്പോൾ പിന്നെയും വിഷയങ്ങൾ വേണം. നിങ്ങൾ 2019 ഈ ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുകൊണ്ട് വേറൊരു രാഷ്ട്രീയ ലക്ഷ്യം അവർ മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ആ ഒരു സമയം ആകുമ്പോൾ അത് എടുത്തിട്ടുകൊണ്ട് പയറ്റുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ധന്യ ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതിന് എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടും പാർലമെന്റിലായാലും അതിന് പുറത്തായാലും ശക്തമായ, അതിപ്പോ കമ്മ്യൂണിസ്റ്റുകാരനെന്നോ കോൺഗ്രസ്, കേരളവും തമിഴ്നാട് മാത്രമേ ഇതിൽ നിലപാട് പറഞ്ഞിട്ടുള്ളൂ എന്നാണ് എന്റെ ഓർമ്മ. ആ സമയത്താണെങ്കിലും പിന്നീടാണെങ്കിലും ഇപ്പൊ സ്റ്റാലിനും ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിൽക്കുന്നതൊക്കെ, പക്ഷേ നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? എന്തോ മമതാ ബാനർജി ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്, ഒരു നിലപാട് അതിന് വേണ്ടിയിട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രതിപക്ഷം ഇതിനെ എതിർക്കുക തന്നെ വഴിയുള്ളൂ. അല്ലാതെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം, ഇതൊരു ഇന്ന് കാണുന്ന ഒരു എന്താ പറയാ CA എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിമിനെ മാറ്റി നിർത്തിയ ഒരു വിഷയം മാത്രമല്ല, ഇതിന്റെ ബാക്കിൽ കിടക്കുന്ന കുറെ ചതികളുണ്ട്. നമുക്കറിയാം, നോട്ട് നിരോധനത്തിൽ ആദ്യം എന്തൊക്കെയാണ് ന്യായങ്ങളാണ് പറഞ്ഞത്, പല ന്യായങ്ങളും പറഞ്ഞു. അവസാനം 2000 രൂപയുടെ നോട്ട് വരെ ഇപ്പൊ നിരോധിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് വന്നത്. ചിപ്പടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടെന്ന് വരെ പ്രചരിപ്പിക്കേണ്ടായി. പക്ഷെ അതിന്റെയൊക്കെ ഒരു തിക്ത ഫലങ്ങൾ അനുഭവിക്കുന്നത് നമ്മുടെ രാജ്യവും നമ്മുടെ രാജ്യത്തെ ജനങ്ങളും ആണ് വലിയൊരു വാസ്തവം അവിടെ നിലനിൽക്കുന്നത്. ശരി, ശ്രീ വാഹിദ് നാട്ടിക, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ഷൻ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള തിരക്കിട്ടുള്ള പരിപാടികളാണ് എന്ന് പലതിനെയും നമ്മൾ കാണുന്നുണ്ടെങ്കിലും CA വിഷയത്തിലൊന്നും അങ്ങനെയല്ല. കാലങ്ങളായുള്ള ആലോചനയും അതിന്റെ തയ്യാറെടുപ്പും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ നിയമങ്ങൾ തയ്യാറാണ്, ഓൺലൈൻ പോർട്ടൽ നിലവിലുണ്ട്, മുഴുവൻ പ്രക്രിയയും ഓൺലൈൻ ആയിരിക്കും, അപേക്ഷകർ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ പോലും ഇവർ വിശദാംശങ്ങൾ നൽകി തുടങ്ങിയിരിക്കുമ്പോൾ അപ്പം ഒരുപാട് ദൂരെയല്ല ഈ വിഷയം എന്നുള്ളതാണ്. ഇപ്പോഴും നമ്മൾ ഇതിപ്പോൾ ഇന്ന് അമിത്ഷാ പറഞ്ഞതുകൊണ്ട് നമ്മൾ അറിയുന്നു, ഇല്ലെങ്കിൽ അത് മറന്നുപോയിട്ടൊരു മുമ്പോട്ട് പോക്ക് കേരളത്തിനെ സംബന്ധിച്ചല്ല, ഇന്ത്യ ഒട്ടാകെ എടുത്തു നോക്കുമ്പോൾ ഏതു തരത്തിലായിരിക്കും ഇതിന് ശേഷം, CAക്ക് മുമ്പ് ശേഷം എന്ന തരത്തിലേക്ക് രാജ്യം മാറുമോ? അതെ, അതായത് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് ശരിക്ക് മിലൻ കുന്ദേല പറഞ്ഞതുപോലെ മറവിക്കെതിരെയുള്ള ഓർമ്മയുടെ പോരാട്ടമാണ്. നമ്മളെ ബോധപൂർവം എല്ലാം മറപ്പിക്കാനുള്ള ശ്രമമാണ് ഈ അധികാരവർഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അല്ലെങ്കിൽ രാജ്യമാകെ തന്നെ ആ ദിനത്തെ കറുത്ത ദിനമായി കാണുകയും, എന്നാൽ അതേ സ്ഥലത്ത് പ്രതിഷ്ഠിക്കപ്പെടുന്ന അമ്പലത്തിൽ അതിനെ പ്രാണപ്രതിഷ്ഠയും ഭക്തി സാന്ദ്രവുമായി കാണുകയും ചെയ്യുന്ന രീതിയിൽ. അപ്പോ 92 നിന്ന് 2024 എത്തുമ്പോഴത്തേക്കും മറവി എന്ന് പറയുന്നത് പൂർണ്ണമാക്കി മാറ്റുകയും, അതായത് ഒരു മതവിഭാഗത്തിന്റെ ആരാധനാ കേന്ദ്രം തകർത്തിടത്താണ്, ആ തകർക്കുന്നതിന് കൂടെ നിന്നവർ, തകർത്തവർ, അവരെ ആദരിക്കുകയാണ്, അവർക്ക് ഭാരതരത്ന കൊടുത്ത്, അതൊക്കെ തന്നെ അജണ്ടയാണ്. അതായത് നരസിംഹറാവുവിന് ഭാരതരത്ന കൊടുക്കുന്നതിന്റെ അജണ്ട ഇതിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. രാജ്യത്തിന് വേണ്ടി
രാജ്യത്തിന് വേണ്ടിയാണ് ഈ ചെയ്തിരിക്കുന്നത്. എന്ത്? ബാബരി മസ്ജിദ് തകർത്തിരിക്കുന്നത്, രാമക്ഷേത്രം പണിതിരിക്കുന്നത്. അങ്ങനെ രാമൻ മോചിക്കപ്പെട്ടു എന്നുള്ളതാണ് BJPയുടെ MP-യുടെ പ്രചരണം. ഇനി ഇതാ അവർ ശ്രീകൃഷ്ണനെ മോചിപ്പിക്കാൻ പോവുകയാണ്, കാശി മധുര ബാക്കിയെ എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കരുതുന്നത് പോലെ ഇതൊരു നീണ്ട കൃഷിയാണ്. കാരണം ഇത് ഇവർക്കറിയാം, ഇവർക്കൊരു കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ട വെച്ചുകൊണ്ട് രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇന്ത്യയിൽ ഈ ജാതി, മതം, ഉപജാതി ഇത്തരം സാധനങ്ങൾ വളരെ വളരെ രൂഢമൂലമായി നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെങ്ങനെ നിരന്തരം പോയിസൺ ആക്കിക്കൊണ്ട് നിരന്തരം വിഷം മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ അതിന് ഓരോ അജണ്ടകളായിട്ട് എടുക്കും. അതിന്റെ ഇടയിൽ വന്നതാണ് ഏകീകൃത സിവിൽ കോഡ്, അതുപോലെ തന്നെ ഈ പൗരത്വ ഭേദഗതി ബില്ല്. ഇതൊക്കെ തന്നെ ടൂൾസുകളാണ്. അപ്പൊ ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല. ഇതിങ്ങനെ ഓരോന്ന് ഇങ്ങനെ എടുത്ത് കൊണ്ടേയിരിക്കും. ഇവിടെ പോരാടേണ്ടത് ഒന്നിച്ചു നിന്നാണെന്നുള്ള തിരിച്ചറിവിലേക്ക് മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും, ഞാൻ ഈ പരിഹാസങ്ങളെ അവഹേളിക്കുന്നത് വേറൊന്നും കൊണ്ടുമല്ല, കാരണം പരിഹസിക്കപ്പെടേണ്ട കാലഘട്ടമല്ല. ഓരോ ദിവസവും ഇന്ത്യയിലെ ഭരണാധികാരികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ കാണിക്കുന്ന ഈ എന്താ പറയാ, വെറും സ്വകാര്യതയിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഈ രാഷ്ട്രീയം അവർക്ക് അവസാനം അവർക്ക് വേണ്ടി ചോദിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചോദിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും. ഈ തിരിച്ചറിവിലേക്ക് ഇന്ത്യയിലെ മുഖ്യധാര മുഴുവൻ കക്ഷികളും എത്തേണ്ടതാണ് എന്നുള്ളതാണ്. നമ്മുടെ സമയവും പൂർണ്ണമാവുകയാണ്. വളരെ നന്ദി ശ്രീ വാഹിദ് നാട്ടിക, ശ്രീ മുനീർ കുമ്പള, ശ്രീ അജി കുര്യാക്കോസ് ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രവാസി ശബ്ദം പൂർണ്ണമാവുന്നു. നമസ്കാരം.